നടത്തണമെന്ന് തീരുമാനിച്ച അത് CPM അല്ല, RSS അല്ല, ആര് തന്നെ തീരുമാനമെടുത്താലും ആ തീരുമാനത്തിനെതിരെ ഉറച്ചു നിന്നുകൊണ്ട് അത് നടത്താനുള്ള ആർജവവും തന്റേടവും കപ്പാസിറ്റിയും, അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്, കപ്പാസിറ്റിയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഉണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞോ? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാ, ഇവിടെ പൊതുയോഗം നടത്തിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂ, കുട്ടികളെ വിളിച്ച് പേടിപ്പിക്കുക, സ്ഥലത്തിന്റെ ഉടമസ്ഥരോട് പറയാ ഈ പൊതുയോഗം നടത്താൻ സ്ഥലം കൊടുക്കാൻ പാടില്ല. എന്താണോ നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത? ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ? ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശം ഇവിടെയുള്ള എല്ലാ പാർട്ടികൾക്കും ഇല്ലേ? പിന്നെന്താ SDPI പൊതുയോഗം നടത്തുമ്പോ മാത്രം നിങ്ങൾക്കൊരു ചൊറിച്ചല്? അതുകൊണ്ട് CPM-കാരെ വെറുതെ ചൊറിയാൻ പറഞ്ഞ ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ ചൊറിച്ചൽ അവസാനിപ്പിക്കാൻ നന്നായിട്ട് അറിയുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തളിപ്പറമ്പിലെ ലീഗുകാരെ കാണുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട CPM-കാരെ ഞങ്ങൾക്ക് നേരെ വരണ്ട. ഇതിന്റെ അജണ്ടയും ഇതിന്റെ ലക്ഷ്യവും ഒക്കെ കൃത്യമായി നിർണയിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ തീരുമാനമെടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങളെ പേടിപ്പിക്കാനും നോക്കണ്ട. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ദിവസങ്ങൾ ഇനി ഒരുപാട് ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ പേടിപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനെ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കി കളയാമെന്ന് നിങ്ങൾ കരുതണ്ട. ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇപ്പോ മുസ്ലിം ലീഗുകാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ബാക്കിലൊന്ന് തൊട്ടു നോക്കുന്നത് നല്ലതാ. നട്ടലുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തിരിച്ചറിയണമേ എന്ന്, പഠിക്കണമേ എന്ന്, മനസ്സിലാക്കണമേ എന്ന് ഈ പ്രദേശത്തെ മുഴുവൻ നല്ലവരായ നാട്ടുകാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 11-12 തീയതികൾ കണ്ണൂരിൽ നടക്കുന്ന ഐതിഹാസികമായ സമ്മേളനത്തിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആർജവമായി ചോദിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറകുന്നു. അതിലൊരു വെള്ളിത്താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർക്കൊണ്ടു. പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറകൊണ്ടു. അതിലൊരു വെള്ളിത്താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർക്കൊണ്ടു. ഒരു നവവികസന മോചന മന്ത്രധ്വനികൾ ഉയർത്തി ഗമിക്കുന്നു. SDPI കൊടിയടയാളം ജനകോടികളെ വിളിക്കുന്നു. പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറന്നു. അതിലൊരു വെള്ളിത്താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർന്നു. സ്വതന്ത്രനാടിതിൽ അടിമകളായി പല വഴിയിൽ ചിതറിയ സോദരരെ, ചരിത്ര വഴിയിൽ നമ്മുടെ പൂർവികർ കൊളുത്തി വെച്ച വിളക്കിവിടെ. സ്വതന്ത്രനാടിതിൽ അടിമകളായി പല വഴിയിൽ ചിതറിയ സോദരരെ, ചരിത്ര വഴിയിൽ നമ്മുടെ പൂർവികർ കൊളുത്തി വെച്ച വിളക്കിവിടെ. അണഞ്ഞു പോയിട്ടില്ലതു നമ്മുടെ സിരകളിൽ തൂവൊളി തീർക്കട്ടെ. ഒരു പുതുപുലരി പിറക്കും വരെ ഈ കൈത്തിരിയിരുള് വിളക്കട്ടെ. ഇന്നീ നാടൊരു സ്വതന്ത്ര ഭൂമി, ചിലരുടെ നിലവിൽ സവർണ ഭൂമി. അവർണ മുസ്ലിം സോദരരെ അവരടിമകളാക്കി. ഇന്നീ നാടിൻ ചിരകളെ അഴിമതി അധർമ്മ പങ്കിലമാക്കി. പുതുയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറകുന്നു. അതിലൊരു വെള്ളിത്താരകമിന്ന്